മദ്യം മേടിച്ചോണ്ട് പോവുകയാണോ? മദ്യം മേടിച്ചോണ്ട് പോവുകയാണ്. ഇതെവിടെ വെച്ചാ കുടിക്കുന്നത്? ഇത് ഏതെങ്കിലും അയ്യത്തോ ഗ്രൗണ്ടിൽ വെച്ച് കുടിക്കും. ഇത് അയ്യത്തോ ഗ്രൗണ്ടിൽ വെച്ച് കുടിക്കുന്ന പോലീസുകാർ കണ്ടാ പിടിക്കത്തില്ലയോ? പിടിക്കും. അതിനും പെറ്റി അടിക്കും. സർക്കാരിന് കാശ്. അത് ശരി. മദ്യം വിറ്റ് കാശുണ്ടാക്കുന്ന സർക്കാർ മദ്യം വാങ്ങിക്കൊണ്ടു പോകുന്നവർ കഴിക്കുന്നത് എവിടെ, അവർ ഉറങ്ങുന്നത് എവിടെ, അല്ലെങ്കിൽ അവർ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും അറിയാതെ ഇവിടെ വരുന്ന മദ്യം വാങ്ങുന്ന മലയാളികളായിട്ടുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുക അല്ലാതെ അവർക്ക് അത് കുടിക്കാൻ, അത് കഴിക്കാനൊരു നിർവാഹമില്ല. ഒന്നുകിൽ അവർ സ്വന്തം വീട്ടുകളിൽ കൊണ്ടുപോയാൽ മാതാപിതാക്കളോ കുട്ടികളോ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കഴിക്കേണ്ട ഒരു സ്ഥിതി, അല്ലെങ്കിൽ റോഡിലോ മറ്റ് ആളൊഴിഞ്ഞ പറമ്പിലോ വെച്ച് കഴിച്ചാൽ പോലീസുകാരുടെ നിയമപാലകരുടെയോ അത്തരത്തിലുള്ളവരുടെ പീഡനങ്ങളും മർദ്ദനവും ഏൽക്കേണ്ട സ്ഥിതി. ഇത്തരം മദ്യപാനികൾ എവിടെയെങ്കിലും കുടിച്ച് ലക്ക് കെട്ട് കിടന്നാൽ അവിടുന്ന് മർദ്ദനമേൽക്കേണ്ട സ്ഥിതി. കൊടുക്കുന്നതോടൊപ്പം അവർ അത് വാങ്ങി കുടിക്കാനൊരു സ്ഥല സൗകര്യവും കൂടെ ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ മദ്യം വാങ്ങിക്കൊണ്ടുപോകുന്ന മലയാളികൾ നമ്മളോട് പറയുന്നത്. അവരെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യമുണ്ടോ? ഇത്തരത്തിൽ മദ്യം വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത് സുരക്ഷിതമായിട്ട് അവർ കഴിക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കണമെന്നാണ് ആ മദ്യപാനികളായിട്ടുള്ള അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കൊണ്ടുവരുന്ന മലയാളികൾ പറയുന്നത്. മദ്യം മേടിക്കുന്നതിനും അവർക്ക് ലാഭം. ഇത് കുടിക്കാനുള്ള സ്ഥലമില്ല. ഇത് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഈ ബിവറേജിന്റെ അടുത്ത് തന്നെ കുടിക്കാനുള്ള ഫെസിലിറ്റി സർക്കാർ സംവിധാനം ചെയ്തു തരണം. എന്നുവെച്ചാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ മേടിച്ചാൽ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ തന്നെ ടെക്നീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഇവിടുത്തെ ബാർ മുതലാളിമാരെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ആണ് ബാറുകാരന്മാർ കോട മേടിക്കുന്നുണ്ട്. ഈ മദ്യം വെച്ച് കഴിക്കാൻ നിങ്ങൾ മേടിച്ചാൽ കഴിക്കാനൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി തരുമെന്ന് ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞാൽ നിങ്ങൾ അവർ കൂട്ടിയോ? വേണമെങ്കിൽ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അല്ലേ നമുക്ക് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മദ്യം മേടിക്കുന്ന പൈസ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടെങ്കിലും ഇരുന്ന് അടിക്കുന്നുണ്ടെങ്കിൽ പോലീസുകാർ അപ്പോഴേ വരും. അപ്പൊ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ 3500 അതിന് സെപ്പറേറ്റാ. ഇവരെ കണ്ട് രക്ഷപ്പെടാന്ന് വെച്ചാൽ ബൈക്കിനകത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി പിടിക്കും. വണ്ടി പിടിച്ചാൽ അതിന് 3500 വേറെ. ഇതെല്ലാം കൊണ്ടും സർക്കാരിനാണ് ലാഭം. അതായത് സർക്കാർ ബിവറേജിനോട് ചേർന്ന് നമുക്ക് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി തരണം. മദ്യം മേടിക്കാൻ വന്നേണോ? സാറേ, ഞങ്ങളെ മദ്യം മേടിക്കാൻ വന്ന്. എവിടെ കൊണ്ട് വെച്ചാൽ കഴിക്കുന്നത്? കടപ്പുറത്ത് വെച്ചാൽ കഴിക്കുന്നത്. അവിടെ വെച്ചൊക്കെ കണ്ടായി പോലീസുകാർ പിടിക്കത്തില്ല? ഇല്ല, പിടിക്കത്തില്ല. എന്നാലും പോലീസുകാർ പിടിക്കും. അവര് വേറെ എന്തോ കാര്യത്തിനൊക്കെ വരുന്നതാണ്. എന്നാലും എല്ലാവരും കുറ്റം പറയാൻ ഒക്കത്തില്ല. അല്ല, നിങ്ങൾക്ക് മേടിച്ചാൽ കഴിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി തന്നൂടെ? അത് നമുക്കറിയത്തില്ല. നമ്മുടെ മൊത്തവും പെറ്റിയെടുക്കുന്നത്. പെറ്റിയായിട്ടങ്ങ് പിഴിഞ്ഞടിക്കുക. ചെയ്യാത്ത നിരപരാധ കുറ്റം പോലും ചുമത്തി തരാ. ഇതിൽ കൂടെ നമുക്ക് ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ സാറേ, നമ്മൾ തമിഴ്നാട് പോകുമ്പോഴത്തേക്കില്ലേ, നമ്മളൊരു നേർച്ചയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്നു. കർണാടകയിലായിരുന്നല്ലോ. നമുക്ക് അവിടെ ഇരുന്നിട്ട് ആ സാധനം മേടിച്ചിട്ട് ആ റോട്ടിൽ ഇരുന്ന് കഴിക്കാം. ഒരു കുഴപ്പമില്ല. പോലീസുകാർ അങ്ങോട്ട് പോകുന്നു, അവരും നാട്ടുകാരും ഇങ്ങോട്ട് പോകുന്നു. അവിടെ എല്ലാം അത് വിൽക്കുന്ന സ്ഥലത്തിന് സമീപം സൗകര്യം ഉണ്ടല്ലോ. അവിടെ ഇവിടെ ഉള്ളു മേടിക്കുക, ഉടനെ പുറത്ത് പൊക്കോണം. നിങ്ങൾ കഴിക്കുകയോ കളയുകയോ എന്ത് വേണോ ചെയ്തോ. അവിടെ 120 രൂപ സാറേ, 150 വിലയും കുറവാ. പാക്കറ്റ് ഉണ്ട്. പാക്കറ്റാ, കുപ്പിയല്ല. മറ്റേ നമ്മുടെ ജ്യൂസില്ലേ, മാങ്കോ. അത് ശരിയാ, അതാണ് കുപ്പിയാ. ഈ മദ്യം മേടിച്ചാൽ എവിടെ കൊണ്ടുവച്ചാ കുടിക്കുന്നത്? രഹസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് കുടിക്കും. അഥവാ അവർ കാണുകയാണെങ്കിൽ അവർ പിടിക്കും. എന്ന് വെച്ചാൽ നമ്മളെന്തോ മോഷ്ടിച്ചുകൊണ്ട് വന്ന് സാധനം കഴിക്കുന്ന പോലെ കൊണ്ടുവച്ച് കഴിക്കണം. അത്രേ. അതെന്താ ഈ സർക്കാർ ഈ കഴിച്ചാൽ അവർ കാണുകയാണെങ്കിൽ അവരൊന്ന് പിടിച്ചിട്ടുണ്ട്. റോഡിൽ വെച്ച് കഴിച്ചാൽ പെറ്റിയടി. നിങ്ങൾ ഈ മദ്യം കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇത് കഴിക്കാനുള്ള സൗകര്യമില്ല. അഥവാ ഇത് റോഡിന് സൈഡിലാണ് വെച്ച് കഴിച്ച് പോലീസ് പിടിക്കും. അപ്പോൾ സർക്കാരിന് ലാഭം മാത്രം മതി. ഈ മദ്യം മേടിക്കുന്നവർ എവിടെ വെച്ച് കഴിക്കുന്നെന്നോ എങ്ങനെ ചിന്തിക്കുന്നില്ല. ഈ സമൂഹത്തിൽ എങ്ങനെ ഈ മദ്യം കഴിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നതെന്ന് അവർക്ക് അറിയണ്ട. അവർക്ക് അറിയണ്ടല്ലോ. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇതിൻ്റെ പൈസ കിട്ടിയാൽ മതി. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവച്ച് കഴിച്ചാൽ വീട്ടുകാരുടെ ചിലപ്പോൾ ചില ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. അതുമല്ല, മക്കളെ മുമ്പിലൊക്കെ വെച്ച് കഴിക്കുന്നത് ശരിയുള്ള കാര്യമല്ലോ. അല്ല. അപ്പോൾ ഈ മറ്റ് സ്റ്റേറ്റിൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോലെ ഈ മദ്യം മേടിക്കുന്ന സ്ഥലത്ത് എവിടെ വെച്ച് വേണമെങ്കിലും കഴിക്കാം. എന്നുവെച്ചാൽ ആ മദ്യം മേടിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിക്കാം. ഇവിടെ എന്ന് വെച്ചാൽ ഇതിനുള്ള സൗകര്യമില്ല. സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും അവരും കൂടെ ഇത് കണ്ട് കണ്ണു തുറക്കട്ടെ. മദ്യം വിറ്റ് കാശ് മാത്രം വാങ്ങി ലാഭം മാത്രം നോക്കാതെ ഈ വാങ്ങിക്കൊണ്ടുപോകുന്ന മലയാളികൾ അവരിതെങ്ങനെ കഴിക്കുന്നു, എവിടെ വെച്ച് കഴിക്കുന്നു, സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ അവർ കഴിച്ചാൽ അവർക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യവും സാഹചര്യം ഉണ്ടാക്കാതെ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുകയും അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുകയും നമ്മൾ നിരവധി പേരെയാണ് ആ ബീച്ച് റോഡിലൊക്കെ പോകുന്ന സമയത്ത് പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുന്നതും ചിലവർക്ക് ഉത്തരവായിട്ട് കാണുന്നതൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഇത് കൊല്ലത്ത് തന്നെ ഈ ഓണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഒരു കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കൊല്ലത്ത് ഇവിടെ ആശ്രാമ ഭാഗത്തുള്ള ഒരു ബിവറേജിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.